അഭിലാഷ് നമശിവായ. ശ്രീകലയാണ് ഇന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത്. ശ്രീകല ഇടുക്കിയില്. അപ്പം അവരെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കണേ. നമശിവായ. യെസ്, താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ മിനി ജോയിൻ ആയല്ലോ അല്ലേ? നമസ്കാര. ഓം അമൃതേശ്വരി നമഃ. നമശിവായ. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകലയെ ക്ഷണിക്കുന്നു പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ. ഓം അമൃതേശ്വരി നമഃ. എല്ലാവർക്കും നമശിവായ. പരാശക്തിയും ലോകമാതാവുമായ അമ്മയുടെ തൃപാദങ്ങളിൽ കൂടി കൂടി പ്രണാമങ്ങൾ നമ്മൾ അർപ്പിച്ചുകൊണ്ടും സംപൂജ ജ്ഞാനാമൃതാനന്ദപുരി സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ധ്യാന ശ്ലോകം. ധവളാവകുണ്ഠനവതീം തേജോമയീം നൈഷ്ഠികീം സ്മിതാഭാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാമീശ്വരീ. ഓം അമൃതേശ്വരീ നമഃ. ഓം അമൃതേശ്വരീ നമഃ. ഓം അമൃതേശ്വരീ നമഃ. ഓം അമൃതേശ്വരീ നമഃ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ആരോഗ്യവും ഉപവാസവും ആരോഗ്യവും എന്നുള്ള വിഷയത്തെ കുറിച്ച് ഡോക്ടർ മിനി ഡോക്ടറുമായിട്ട് സംവദിക്കുന്നതിനായിട്ട് ആണ്. ആദ്യമായിട്ട് എല്ലാവർക്കും നമശിവായ. നമശിവായ സ്വാമിജി, നമശിവായ സ്വാമിജി, നമശിവായ ജയന്തി മാം, ഷാജി സാർ, സുധാരൻ സാർ, ഡോക്ടർ മിനി, ഇതിൽ മാതൃസംസ്കൃതി ബാലസംസ്കൃതി സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അമ്മ മക്കൾക്കും, അഭിലാഷ് ജി, ജൂലിയസ്, എല്ലാവർക്കും നമശിവായ. നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളില് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വ്രതമാണ് ഏകാദശി വ്രതം. മിനി ഡോക്ടർ നേരത്തെ നമുക്ക് ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇത് വെറും ഒരു അനുഷ്ഠാനം എന്നതിലുപരി ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം നമുക്ക് ഈ കൂടുതൽ ഞാൻ പറയുന്നില്ല, നമുക്ക് സ്വാഗതത്തിലേക്ക് കടക്കാം. അപ്പൊ ഡോക്ടർ മിനി കൂടുതലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് സ്വാമിജിക്ക് സ്വാഗതം പറയാൻ. സ്വാമിജിയുടെ നിർദ്ദേശത്താലും അനുഗ്രഹത്താലുമാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ സ്വാമിജിയുടെ നിർദ്ദേശത്താലാണ് മുമ്പോട്ട് നീങ്ങുന്നത്. സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്വാമിജിയെ സ്നേഹത്തോടും ആദരവോടും നമുക്ക് ഭക്തി ആദരപൂർവ്വം നമുക്ക് സ്വാമിജിയെ സ്വാഗതം ചെയ്യാം. അടുത്തായിട്ട് ഡോക്ടർ മിനി ഡോക്ടറെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഡോക്ടർ ഇതിനു മുമ്പ് നമുക്ക് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപവാസത്തെ പറ്റിയും ഏകാദശി വ്രതത്തെ പറ്റിയും ഒക്കെ ക്ലാസ്സുകൾ ധാരാളം നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ വ്രതാനുഷ്ഠാനങ്ങളിലെ ആഹാരത്തിനൊരു പരമപ്രധാനമായ സ്ഥാനം ഉണ്ടെന്നുള്ളതും അതിന്റെ ആത്മീയ വശത്തെക്കുറിച്ചും അതുപോലെ അത് ശാരീരികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടും നമ്മളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതും ഡോക്ടർ മിനി നമുക്ക് പറഞ്ഞു തരും. ഡോക്ടർ സീനിയർ മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജിസ്റ്റ് ആണ്, ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ്. പറയാനാണെങ്കിൽ ഏറെ ഉണ്ട് ഡോക്ടറെ പറ്റി. അമ്മയുടെ അത്യന്തം സേവന തൽപരയായ ഒരു പ്രിയപ്പെട്ട മകള് തന്നെയാണ്. ഡോക്ടറെ നമുക്ക് സ്നേഹാദരപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ജയന്തി മാം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരി, ഒരു അമ്മ ജ്യേഷ്ഠ സഹോദരിയുടെ സ്ഥാനമാണ്. എന്ത് നിർദ്ദേശങ്ങളും അന്നേരം നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ജയന്തി മാമിനെ
ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടും വളരെയധികം നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാജി സാറ്, ബാലസംസ്കൃതി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി സാറ്, അതുപോലെ സുധാരൻ സാറ്, അഭിലാഷ് ജി, അതുപോലെ ജൂലിയസ്, എല്ലാവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന മാതൃസംസ്കൃതി, ബാലസംസ്കൃതി സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, എല്ലാ അമ്മ മക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം പറയുന്നു. ശിവായ. അതുപോലെ ഈ പ്രോഗ്രാമിൽ നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് ആരോഗ്യവും ഉപവാസവും എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ സംസാരിക്കുന്നതിനായിട്ട് നമുക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. ശിവായ ഡോക്ടർ. ശിവായ. അമൃതേശ്വരി നമഃ. ഉപവാസവും ആരോഗ്യവും എന്നതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. വീഡിയോ ഓഫ് ആയിക്കോട്ടെ, റേഞ്ച് കിട്ടുന്നില്ല. ആയിക്കോട്ടെ മാഡം, ആയിക്കോട്ടെ. നമ്മുടെ ഈ വിഷയത്തിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. യഥാർത്ഥത്തില് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ആധ്യാത്മിക തലം വിട്ടിട്ട് ഇപ്പൊ ആരോഗ്യ സംരക്ഷണത്തില് ഈ ഉപവാസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആരോഗ്യ സംവിധാനം വളരെ വിശദമായിട്ട് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. നമ്മുടെ കേരള മോഡൽ ഹെൽത്ത് കെയർ എന്ന് വളരെ പരക്കെ ഘോഷിക്കപ്പെടുന്ന കാലമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്നാലോചിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന്റെ സൂചന എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആശുപത്രികൾ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകൾ കുറയണം. എന്നാൽ ഇതിന് വിപരീതമായിട്ട് നമ്മൾ കാണുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ആശുപത്രികൾ പുതിയ കാഴ്ച വളരുന്നു. അതുപോലെ പുതിയ മെഡിക്കൽ ഷോപ്പുകൾ ധാരാളമായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും ആരോഗ്യമാണോ? യഥാർത്ഥത്തില് നമ്മുടെ ചികിത്സ കുറച്ചും കൂടി പുതിയ നല്ല ചികിത്സാ രീതികൾ ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനം, ആ ഒരു സൂചിക വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം അത്രേ നമുക്ക് കേരള മോഡൽ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇൽപിൽ ഇക്വേഷൻ എന്ന് പറയും, ഒരു രോഗം അതിനൊരു മരുന്ന് എന്ന രീതിയിലേക്ക് മാറിയപ്പോൾ പല രോഗങ്ങളും പുതിയ രോഗങ്ങൾ വന്നു തുടങ്ങി. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശരിക്കും ഒരു രോഗം വരുന്ന സമയത്ത് നമ്മളൊരു തെറ്റ് ചെയ്ത പോലെ ഈ രോഗം വരാൻ ഉള്ള ഒരു തെറ്റായ എന്തോ ഒരു ആഹാര വിഹാരങ്ങൾ ഞാൻ ശീലിച്ചു. അപ്പൊ അത് ഇനി അത് ആവർത്തിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഇനി രോഗം വരാതിരിക്കാൻ ഞാൻ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊരു ചിന്തയോടുകൂടി മരുന്ന് നിശ്ചയിക്കുന്ന വൈദ്യന്റെ റോളിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വ്യക്തിക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യം എന്നുള്ള സംവിധാനം നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെയുള്ള ഹോളിസ്റ്റിക് അപ്രോച്ച് ശരീരത്തെ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് രോഗത്തിന്റെ കാരണത്തിനും അതേ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഈ പഥ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം, പഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ശുദ്ധമാകാനുള്ള സഹായിക്കലാണ് ഈ പഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരോഗ്യത്തിലൂന്നിയ ഒരു സമൂഹം മുന്നോട്ട് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് ഒരു ആധ്യാത്മിക തലത്തിനോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോ മരുന്ന് കമ്പനികളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്ത് പോളിസികൾ തന്നെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആരൊക്കെ വാക്സിനേഷൻ എടുക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. അപ്പൊ ഇവരെയൊക്കെ നേരിടാൻ പലപ്പോഴും നമുക്ക് കഴിയുന്ന നിർബന്ധമില്ല, പറ്റില്ല. നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ഈ ഏകാദശി ഉപവാസത്തെ ശരിക്കും അതൊരു ചവിട്ടുപടിയാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് കടക്കുകയാണ്. കഴിഞ്ഞ തവണ പറഞ്ഞാണെങ്കിലും ഏകാദശിയെ കുറിച്ച് 1-2 വാക്കുകൊണ്ട് പറഞ്ഞ് നമ്മൾ മാധവതിഥി എന്ന് പറയാറുണ്ട് ഏകാദശിയെ. അപ്പൊ തിഥി എന്ന് വെച്ചാൽ ഒരു വിശേഷ ദിവസം എന്നാണ് അർത്ഥമുള്ളൂ. അപ്പം ഏകാദശി എന്നുള്ളത് 11ാം ദിവസം, ഇപ്പം അമാവാസി കഴിഞ്ഞ് 11ാമത്തെ ദിവസം, അല്ലെങ്കിൽ പൗർണമി കഴിഞ്ഞ് 11ാമത്തെ ദിവസം എന്ന അർത്ഥമാണ് ഏകാദശി എന്നുള്ള വാക്കിനുള്ളത്. അപ്പൊ അത് ഈ തിഥി
വളരെ പ്രധാനമായിട്ട് പറയണത് നമ്മൾ പലതും കേട്ടിട്ടുണ്ടല്ലോ. അക്ഷയ തൃതീയ, ഗണേശ ചതുർത്ഥി, നാഗപഞ്ചമി, അപ്പൊ അങ്ങനെ ഷഷ്ടി, രാമനവമി, അങ്ങനെ ഈ തിഥിക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരുപാട് വിശേഷാവസരങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഒരു വിശേഷാവസരമാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ഏകാദശി ഉപവാസത്തിനും അതിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈശ്വരനോട് അടുത്തിരിക്കുക, നമ്മൾ പറഞ്ഞു ഉപവസിക്കുക എന്നുള്ള വാക്കിന് ഈശ്വരോന്മുഖമായിട്ട് ചിന്തകൾ അടക്കി ശരീരത്തെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ ഏകാദശി എന്നുള്ളതിന് നമ്മുടെ ഏകാദശി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി പറയാം. ഏകാദശി ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ്, മൂക്ക്, അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ കയ്യ്, കാല് തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെ 11 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ 11 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക. നമ്മള് ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം നിയന്ത്രിക്കുക, വായിലൂടെയുള്ള ഭക്ഷണം നിയന്ത്രിക്കുക എന്നതിനൊപ്പം തന്നെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ആഹാരത്തെയും നിയന്ത്രിക്കുക. അപ്പോ ഭക്ഷണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് പോലെ കാഴ്ചയെയും കേൾവിയെയും നമുക്ക് മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിന് പകരമായിട്ട് കാണുന്നത് ഭഗവാന്റെ രൂപമായിട്ട്, കേൾക്കുന്നത് ഭഗവാന്റെ നാമമായിട്ട്, ഉച്ചരിക്കുന്നത് ജപമായി, നടക്കുന്നത് പ്രദക്ഷിണമായി, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും നമുക്ക് ഈശ്വരോന്മുഖമായി മാറ്റി ഈ ഏകാദശി ഉപവാസത്തെ നമുക്ക് അങ്ങനെ കാണാം. ഒരു ആയുർവേദപരമായി പറയുകയാണെങ്കിൽ ഈ അടുത്തിരിക്കുക, ഉപവസിക്കുക, അടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തെ നോക്കിക്കാണാനുള്ള ഒരു രീതിയായിട്ട് എടുക്കാം. അതായത് ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ മനസ്സിലാക്കുക. എപ്പോഴാണ് വിശക്കുന്നത്, എനിക്ക് എത്ര ആഹാരം വേണം, എത്ര കഴിച്ചാലാണ് എനിക്ക് ദഹിക്കുക, അങ്ങനെ കൃത്യമായിട്ട് എന്റെ ദഹനവും ശോധനവും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അവനവന്റെ ശരീരത്തെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടും കൂടി ഇതിനെ കാണണം. ഇപ്പം നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ശരീര ചിന്താ നിർവൃത്തിയ. രാവിലെ എണീക്കുമ്പോൾ എന്റെ ശരീരം, എന്റെ ദഹനമൊക്കെ ശരിക്കും നടന്നുവോ, അല്ലെങ്കിൽ എന്റെ ശരീരം സുഖമായിട്ടിരിക്കുന്നുവോ എന്ന് ഒരു ചിന്തയോടുകൂടി എണീക്കാനാണ് പറയാറ്. അതായത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ വേണമെന്നർത്ഥം. കാരണം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഉപവാസം കൊണ്ട് ആഹാരം ശരീരത്തിൽ ഇല്ലാത്ത അവസരത്തില് ശരീരത്തിലെ അഗ്നിക്ക് രണ്ട് ദോഷങ്ങളെ ഭജിപ്പിക്കാനുള്ള അവസരം കിട്ടും. ഇപ്പോ ജ്വര ചികിത്സ, നമ്മുടെ ഈ പനി വരുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, അതായത് ആമേന, അതായത് ഒരു ചാരം മൂടിക്കിടക്കുന്ന അഗ്നി പോലെ. അപ്പൊ ആ അഗ്നിയെ നമുക്ക് ഒന്ന് ഊർജ്ജസ്വലമാകുന്നത് വരെ നമ്മൾ ആ ചാരം നീക്കി കൊടുക്കണം. അപ്പോ അതിനുവേണ്ടി ശരീര മാലിന്യങ്ങളെ അകറ്റാൻ വേണ്ടി ഇങ്ങനത്തെ ഉപവാസം നമ്മളെ സഹായിക്കും. എന്നാൽ ഈ അഗ്നിയെ ദീപിപ്പിക്കുക, ഈ കായചികിത്സ, അതായത് നമ്മള് അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് പറയുന്ന പോലെ നമ്മുടെ അഗ്നിയാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പൊ ഈ അഗ്നിയെ നിയന്ത്രിക്കുന്നത് ആഹാരമാണ്. അപ്പൊ നമ്മൾ പറയാറുണ്ട്, മാത്രാശി സർവകാലം സ്യാൽ മാത്രാപ്യഗ്നേഹ പ്രവർത്തിക എന്ന്. അതായത് ഈ മാത്രാശി എന്ന് വെച്ചാൽ നമ്മുടെ അഗ്നിക്ക് എത്ര ദഹിക്കുമോ ആ ആഹാരമാണ് കഴിക്കേണ്ടത്. പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു പുതിയ സിദ്ധാന്ത പ്രകാരം നമ്മൾ ഭക്ഷണത്തിന്റെ ഇത്ര കലോറി അല്ലെങ്കിൽ ഇത്ര പ്രോട്ടീൻ, ഇത്ര ഫാറ്റ് എന്ന് തരംതിരിച്ച് അങ്ങനെ ഒരു ഡയറ്റീഷ്യൻ നിശ്ചയിക്കുന്ന മോഡലിലേക്കാണ് പലപ്പോഴും ആഹാര രീതി പോകുന്നത്. പക്ഷെ അത് ഒരാൾക്ക് ദഹിക്കുന്ന ആഹാരം ഒരിക്കലും മറ്റൊരാൾക്ക് ദഹിക്കണം നിർബന്ധമില്ല. അത് ഓരോരുത്തരും അവനവന്റെ അനുഭവം നോക്കി അറിയാം. അപ്പൊ അവനവനൊരു മാത്രയുണ്ട്, എനിക്ക് ഇത്ര കഴിച്ചാലാണ് ദഹിക്കുക. അപ്പൊ ഇത്തരം ചിന്തകൾക്കൊക്കെ ഈ ഏകാദശി വ്രതം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ശ്രമമായിട്ട് കൂടി എടുക്കണം. അപ്പൊ കാരണം ഈ അഗ്നിയെ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പൊ ചെറിയൊരു തീയാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, നമ്മൾ അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന അമ്മമാർക്കറിയാം, നമ്മൾ ചാരമൊക്കെ മാറ്റി ഒരല്പം പേപ്പറോ അല്ലെങ്കിൽ ചെറിയ ഓളയോ തീ പിടിപ്പിച്ച് അത് തീ ശക്തമായി കഴിയുമ്പോഴാണ് നമ്മൾ വലിയ വിറകുകൾ വെച്ച് ആ തീ പിടിപ്പിക്കുന്നത്. അപ്പൊ ആ അഗ്നി നല്ല ശക്തിയായിട്ട് ആളിക്കത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചാലോ എല്ലാം അത് അഗ്നിയെ കത്താനാണ് ഉപകരിക്കുകയുള്ളൂ, വലിയ വിറകാണെങ്കിലും. അതേസമയം അഗ്നി ശക്തമല്ലെങ്കിൽ അല്ലെങ്കിൽ മന്ദമാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ വലിയ വിറക് വെച്ചാൽ അത് പുകഞ്ഞ് നമുക്ക് അടുപ്പ് കാണാം, പുകഞ്ഞ് പുകഞ്ഞ് പുകഞ്ഞ്. അതുപോലെ തന്നെ ആ അഗ്നി അനുസരിച്ച അപ്പോ അതുകൊണ്ട്
അഗ്നി നോക്കി. അപ്പൊ അത് തന്നെ നമ്മുടെ ഉപവാസത്തിൽ വളരെ പ്രധാനമാണ്. ഇനിയിപ്പോ നമ്മള് ഉപവാസം കഴിഞ്ഞ തവണയൊക്കെ എടുത്ത ആളുകളുണ്ട്. ഇപ്പൊ ഇനിയാണെങ്കിലും നമ്മൾ ക്രമത്തില് ഇപ്പൊ ജലമില്ലാതെ ഒട്ടും ജലമില്ലാതെ ഉപവാസം എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അത്രയും നമ്മൾ ഇതിലേക്ക് പോകണ്ട. പല രീതിയിൽ നമുക്ക് ഉപവാസം എടുക്കാം. ഇപ്പൊ നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് എടുത്തതെന്ന് എല്ലാവർക്കും ഒന്ന് ആലോചിക്കാം. അപ്പൊ എടുത്ത തലത്തിൽ നിന്ന് അടുത്ത ഉപവാസമാകുമ്പം അതിന് ഒരു പടി കൂടി മെച്ചപ്പെടുത്താൻ നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പൊ പലതരത്തിലുള്ള ഉപവാസം ഉണ്ട്. ജലം മാത്രം കഴിച്ചു നടക്കുന്ന ഉപവാസത്തിലാണെങ്കിൽ നമുക്ക് വയറെരിച്ചലോ അസിഡിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നാരങ്ങ വെള്ളം ഇടയ്ക്ക് കുടിക്കാം, ചൂടുവെള്ളം ഇടയ്ക്ക് കുടിക്കാം, കരിക്കും വെള്ളം കുടിക്കാം. അപ്പൊ ഇതൊക്കെ കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈശ്വരോന്മുഖമായി നാമം ജപിച്ചിട്ടോ അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയും ജലം കുടിക്കുകയും അസമയം മാഡം ആളുകളെ സംബന്ധിച്ചാണ് ജലം മാത്രമുള്ള ഉപവാസം പറഞ്ഞത്. മാഡം ആൾമോസ്റ്റ് ഒരു ഏകദേശം ഒരു 30 സെക്കൻഡ് വോയിസ് ഇല്ലായിരുന്നു. അതൊന്നുകൂടെ റിപ്പീറ്റ് ഇനി നമുക്ക് ചെയ്താൽ വേറെ ഇത് ജ്യൂസുകൾ ഉപയോഗിക്കും. ഏതായിരുന്നു മാഡം? ഒരു 30 സെക്കൻഡോളം ആ വോയിസ് കട്ടായി. അപ്പോ അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഏകദേശം നമ്മൾ ജലം മാത്രം കഴിക്കും. അതെ അത് മുതലായിരുന്നു. ഓ ശരി. അല്ല, ഇപ്പൊ ഉപവാസം പറഞ്ഞു വന്നത് ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച നമുക്ക് ഉപവാസം വരികയാണ്, ഏകാദശി ഉപവാസം. അപ്പൊ ഇതുവരെ ഉപവാസം തുടങ്ങാത്ത ആളുകൾക്കും നമുക്ക് അവനവന് യോജിച്ച രീതിയിലുള്ള ഉപവാസം തിരഞ്ഞെടുക്കാം. അപ്പൊ സാധാരണഗതിയിൽ ഏകാദശി ഉപവാസം ജലം മാത്രം കഴിച്ച് ഉപവസിക്കുന്ന ആളുകളുണ്ട്. അവനവന്റെ ശരീരത്തിന്റെ ബലം നോക്കി അവനവന് പറ്റുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ജലം മാത്രം ചെയ്ത് ഉപവസിക്കുന്ന ആളുകൾ, ഇപ്പൊ വയറെരിച്ചില് അങ്ങനെ അസിഡിറ്റി പോലെയുള്ള പ്രോബ്ലം ഇല്ലാത്ത ആളുകൾക്ക്, അസിഡിറ്റി ഉദ്ദേശിച്ച് ചിലർക്ക് ഭക്ഷണം കഴിക്കാൻ വൈകുമ്പോഴേക്കും എരിയലും വായിലെ തൊലി പോലെ, ഛർദ്ദിക്കാൻ വരല്, തലവേദന, ലൂസ് മോഷൻ, അങ്ങനെ തീരെ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ. അപ്പൊ അവര് ഇത്രയും ജലം മാത്രം ഉപവാസത്തിലേക്ക് പോകണ്ട. അത്ര കുഴപ്പമില്ലാത്ത ആളുകള് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ചൂടുവെള്ളം തന്നെയോ അല്ലെങ്കിൽ കരിക്കും വെള്ളം കുടിക്കാം. ഇതിൽ ഏതെങ്കിലും യുക്തമായിട്ട്, ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ പാല് കുടിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവനവന്റെ ദഹനശക്തി നോക്കി ചെയ്യുക. ഒപ്പം തന്നെ പകലുറക്കം വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞത് ഈ ഈശ്വരോന്മുഖമായിട്ട് നാമം ജപിച്ചുകൊണ്ടോ ഇതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മള് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടെൻഷനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ദിവസമാണെങ്കിൽ നമ്മൾ ഇപ്രകാരം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉപവാസം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വരോന്മുഖമായി കുറച്ചും കൂടി ശ്രദ്ധയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ജലം മാത്രം ചെയ്ത് ഉപവസിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് ജ്യൂസ് ഉപയോഗിച്ചിട്ട്, ഇനി അത്രയും വേണ്ടാത്തവർക്ക് ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഉപവസിക്കാം. അപ്പൊ നമുക്ക് തണ്ണിമത്തൻ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ കരിമ്പ് ജ്യൂസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ രോഗികളുടെ കാര്യമല്ല ഇപ്പൊ പറയുന്നത്, അത് പിന്നെ പറയാം. ഇപ്പൊ കരിക്കും വെള്ളം ഉപയോഗിക്കാം, പപ്പായ പോലത്തെ ജ്യൂസ് ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി വിശപ്പ് കുറച്ചും കൂടി സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് എന്നാൽ ഇത്തരം ജ്യൂസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നമുക്ക് ഉപവസിക്കാം. പിന്നെ അടുത്ത സ്റ്റേജിൽ, അതായത് ക്രമത്തിൽ അവനവന് ഏത് വേണമെന്ന് ഇത് നിശ്ചയിക്കാം. അത് തന്നെ മിക്സ് ചെയ്യാം. അതായത് ചിലപ്പം ജലം മാത്രം തന്നെ മുഴുവൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 നേരം ജലം മാത്രമോ പിന്നെ തവണ ജ്യൂസ് ആണോ, അങ്ങനെ അവനോട് പറ്റുന്ന രീതിയിൽ അവനവൻ തന്നെ ഒരെണ്ണം എഴുതി തയ്യാറാക്കി ഉണ്ടാക്കുക. ഇനി ജ്യൂസും 1-2 നേരം ജ്യൂസ് ഉപയോഗിച്ച്, ഒരു നേരം വേണമെങ്കിൽ പഴങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വേറെ രീതിയിൽ ഉപവസിക്കാം. അപ്പൊ അതിൽ തന്നെ ജ്യൂസ്, ഇപ്പൊ പ്രമേഹ രോഗികളൊക്കെയാണ്, മധുരമുള്ള ജ്യൂസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ വേവിച്ച വെള്ളം, അത് ചെറുപയർ കഴിച്ചാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അത് ലേശം നെയ്യ് ചേർത്താൽ അതിന്റെ ഉപദ്രവം വരില്ല. നെയ്യ് വേണമെങ്കിൽ താളിച്ച് ചേർക്കാം, അതല്ലെങ്കിൽ വെറുതെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ചെറുപയർ വേവിച്ച വെള്ളം തണുപ്പിച്ച് തേൻ ചേർത്ത് കഴിക്കാം. തേൻ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഒട്ടും ചൂട് പാടില്ല. തേനും ചൂടും വളരെ വിരുദ്ധമാണ്. എന്നാൽ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇളം ചൂടോടുകൂടി വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നെയ്യിന്റെ ദഹനത്തിന് അത് ബുദ്ധിമുട്ടാവും. അപ്പൊ ചെറുപയർ വേവിച്ച വെള്ളം കുറച്ചും കൂടി
വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ക്ഷീണം വരുന്ന ആളുകൾക്ക് ചെറുപയർ വേവിച്ച വെള്ളം ഉപയോഗിക്കാം. അപ്പൊ അതിൽ വേണമെങ്കിൽ മാതള നാരങ്ങ ചേർത്തിട്ട് ഫ്രൂട്ട്സ് അതും കൂടി ചേർത്ത് ഉപയോഗിക്കാം. 1-2 നേരം അങ്ങനെ. പിന്നെ വേണമെങ്കിൽ ഒരു നേരം നമുക്ക് റാഗി കുറുക്കിയിട്ട് എന്താ ശർക്കര ചേർത്തിട്ട്, അപ്പൊ ശർക്കര ചേർക്കുമ്പോൾ പശുമ്പാല് ചേർക്കണത് നല്ലതല്ല, പകരം തേങ്ങാപ്പാൽ ചേർക്കാം. അതല്ല എങ്കിൽ പശുമ്പാല് ചേർത്തിട്ട് മധുരം ചേർക്കാതെ, പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു നേരം, ഞാൻ പറഞ്ഞ കട്ടിയാഹാരം ആവാതെ ഉപവാസം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപയോഗിക്കാം. കരിക്ക് വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒപ്പം തന്നെ ഇപ്പൊ അടുത്ത സ്റ്റേജിൽ കുറച്ചും കൂടി കരിക്ക് ഉപയോഗിക്കാം. തേങ്ങാക്കൊത്ത് ഇപ്പൊ നമ്മൾ പണ്ട് കഴിക്കാറുള്ളതാണല്ലോ, തേങ്ങാക്കൊത്തും തേങ്ങാപ്പൂളും ശർക്കരയും, അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വല്ലാണ്ട് വിശക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ തേങ്ങാപ്പൂളും ശർക്കരയും തേങ്ങാപ്പൂള് തന്നെയോ ആഹാരമായിട്ട് ഉപയോഗിക്കാം. തേങ്ങ തന്നെ യാത്രകളിൽ തേങ്ങാപ്പൂളും ശർക്കരയും മാത്രം തന്നെ കൊണ്ടുപോയി യാത്രകളിലൊക്കെ ആഹാരം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് വിശപ്പ് മാറുന്നതാണ്. അതും അവനവന്റെ ദഹനം ഉപയോഗിച്ച്. ഇപ്പോ നമ്മൾ പറയും കൃമിയുള്ള ആളുകൾ, കുട്ടികൾ തേങ്ങ വാരി തിന്നുമ്പോൾ പണ്ട് പറയാറുണ്ട് കൃമി ഉണ്ടാവുന്നത്. അതായത് തീരെ ദഹനമുള്ള ആളുകൾക്ക് തേങ്ങ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാല് ദഹനത്തിന് പ്രശ്നമാവും. അപ്പൊ ഇപ്പൊ ഈ പറയുന്നതില് അവനവൻ ഏതാണ് യോജിച്ചതെന്നുള്ളത് അവനവനെ തിരഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി കട്ടിയാക്കി വെച്ചാൽ അത്രയും ജ്യൂസ് കൊണ്ട് പറ്റാത്ത ആളുകൾക്ക് ഒരു നേരം നമ്മൾ ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ചെറുപയർ ദോശയായിട്ട് ഉണ്ടാക്കാം. ചെറുപയർ തന്നെ അരച്ചാലും പെട്ടെന്ന് കലക്കി ചുട്ട് അല്ലെങ്കിൽ റവ ചേർത്തിട്ടോ അല്ലെങ്കിൽ റവ ദോശ തന്നെ ഉണ്ടാക്കി ഒരു നേരം കഴിക്കാം. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 3 നേരവും ദോശ ആഹാരം കഴിച്ചിരുന്ന ആളുകൾക്ക് ഒരു നേരം വേണമെങ്കിൽ ഇങ്ങനത്തെ ദോശ കഴിച്ചിട്ട് ബാക്കി ഒരു നേരം വേണമെങ്കിൽ നമുക്ക് വെള്ളമോ ജ്യൂസോ ആക്കാം. അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ 3 നേരം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മൾ 3 ദോശ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് 2 ദോശയാക്കാം, അല്ലെങ്കിൽ 1 ദോശയാക്കാം. അങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പടിപടിയായിട്ട് ക്രമത്തിൽ നമുക്ക് ജലം കൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേജിലേക്ക് കുറച്ച് നാളുകൾ കൊണ്ട് എത്താൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ചും കൂടി മരുന്നൊക്കെ ധാരാളം കഴിക്കുന്ന ആളുകളാണ്, കുറച്ച് ആരോഗ്യസ്ഥിതി 60-70 വയസ്സൊക്കെ ആയി ആഹാരം ഇല്ലെങ്കിൽ അത്ര പറ്റില്ല എന്നുള്ള ആളുകൾക്ക് നമുക്ക് ഉപ്പുമാവൊക്കെ നമ്മൾ കഴിക്കാറുള്ളതാണല്ലോ, മില്ലറ്റ് കൊണ്ട് വേണമെങ്കിൽ റാഗി, പിന്ന ചാമ, അപ്പൊ പതിവുള്ള ആഹാരം അല്ലാണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ സ്ഥിരം ഗോതമ്പ് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഏകാദശി അരി ഉപയോഗിച്ച് ഏകാദശി ഇരിക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആഹാരത്തിന് വ്യത്യസ്തമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ വരും, നമ്മൾ കഴിക്കുന്ന അളവ് കുറച്ച് കുറയും സ്വാഭാവികമായിട്ട്. അപ്പൊ എന്നും ചപ്പാത്തി കഴിക്കുന്ന ആളുകൾ ഏകാദശിക്കും ചപ്പാത്തി തന്നെ കഴിച്ച് വയറ് നിറച്ച് അങ്ങനെ സമ്പ്രദായം ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ തിരുവാതിര നോയമ്പൊക്കെ എടുക്കുമ്പോൾ തിരുവാതിര പുഴുക്ക്, പിന്നെ ഗോതമ്പ് കഞ്ഞി, പിന്നെ കരിക്ക് വെള്ളം കുടിക്കണം എന്ന് പറയും, പിന്നെ പഴം കഴിക്കും. ഇതെല്ലാം കഴിച്ച് സാധാരണയെക്കാളും വയറ് വല്ലാതെ വീർത്ത് അങ്ങനെയുള്ള ഒരു ആചാരം പോലെ മാത്രമായി തീരുന്ന സമ്പ്രദായത്തിന് വ്യത്യസ്തമായിട്ട് എന്താണ് അതിന്റെ കാഴ്ചപ്പാടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവനോട് യുക്തമായിട്ടുള്ളത് തിരഞ്ഞെടുക്കാം. മില്ലറ്റുകൾ ഏതെങ്കിലും നമുക്ക് ഉപ്മാവായിട്ട് ഉപയോഗിക്കാം, ഒപ്പം തന്നെ റാഗി മിൽക്ക് ഉപയോഗിക്കാം. അപ്പോ തീരെ ചായയും കാപ്പിയും ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ ഒരു നേരം വേണമെങ്കിൽ കട്ടൻ ചായയും അതിൻ്റെ കൂടെ നേരത്തോടെ തേങ്ങാപ്പൂൾ അങ്ങനെ ഉപയോഗിക്കാം ഒരു നേരത്തെ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതൊന്നും പറ്റാണ്ട് ഇനി ഒന്നും പറ്റില്ല എന്ന ആളുകളും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ 3 നേരം കഴിച്ചെങ്കിൽ വേണമെങ്കിൽ 2 നേരം ആക്കാം, അല്ലെങ്കിൽ അളവ് കുറയ്ക്കാം. പിന്നെ കുട്ടികളൊക്കെ ആദ്യമായിട്ട് ഏകദേശം എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് ആ ദിവസങ്ങൾ പുറത്തുനിന്നുള്ള ആഹാരം ഒഴിവാക്കാൻ പറയാം, എന്തെങ്കിലും ഒരു മാറ്റം. അപ്പൊ പുറത്തുനിന്നുള്ള ആഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറയാം. ഇപ്പൊ വറുത്തും പൊരിച്ചുമായിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ മിക്സർ അങ്ങനത്തെ വറപുരികളൊക്കെ ഒഴിവാക്കി. ഇപ്പൊ അങ്ങനെ ഇടയ്ക്ക് കുട്ടികൾക്ക് കുറയ്ക്കണം അല്ലെങ്കിൽ കഴിക്കണം നിർബന്ധമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പൂളോ അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമം നമുക്ക് നോക്കാം. അതുപോലെ ഉപവാസത്തിനുള്ള ഒരു ഫ്ലോ വരാൻ വേണ്ടി നമ്മൾ തലേ ദിവസം ദശമി മുതൽ ഒരു നേരം ആഹാരമാക്കി കഴിക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തലേ ദിവസം വരെ വയറു നിറയെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ നമ്മൾ ആഹാരത്തിൽ പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് 2-3 ദിവസം മുതൽ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ജലം മാത്രം ഉപയോഗിച്ച് ഉപവസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പ് തൊട്ട് 3 നേരം, 2 നേരം അല്ലെങ്കിൽ 1 നേരം എന്നൊക്കെ ആക്കി ക്രമത്തിൽ ഏകാദശിയുടെ അന്ന് പൂർണ്ണമായിട്ട് ഉപവസിക്കാം.
അതുപോലെ തന്നെ ഉപവാസം കഴിഞ്ഞാൽ പാരണ വീടി കഴിയുമ്പോഴും പൂർണ്ണമായി ജലമായിട്ട് ഉപവസിച്ച ആളുകൾ അന്ന് ഒരു നേരം, പിറ്റേ ദിവസം 2 നേരം, അങ്ങനെ ക്രമത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഋതം അതിനെ നമുക്ക് പെട്ടെന്ന് ഒരു വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കാണ്ട് നോക്കാൻ പറ്റും. പിന്നെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്രമത്തിൽ നമുക്ക് നോക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ കൂടുതൽ പേര് എത്ര പേര് ജലം മാത്രം വെച്ച് ഉപവസിച്ചു എന്നൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് അതിന് കണ്ടെത്താൻ പറ്റും. അപ്പൊ എല്ലാവരും ജലം മാത്രം ഉപവസിക്കണം അത് മാത്രമാണ് പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് ശരീരത്തിന് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, ആ ശരീരത്തിന്റെ ദോഷങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനൊരു സമയം കൊടുക്കാൻ ഈ പറഞ്ഞിട്ടുള്ള ഉപവാസം വളരെ സഹായിക്കും. ഇപ്പോൾ ചെറിയ ജലദോഷമോ ഒരു പനിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന ആളുകൾ ഉപവസിക്കുമ്പോൾ തന്നെ അവരുടെ രോഗം അതുകൊണ്ട് തന്നെ കുറയുന്നത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോ ഒപ്പം ഒരു എല്ലാത്തിൻ്റെയും കൂടെ അല്ലെ, ഉപവാസം എന്ന് പറയുമ്പോൾ അതിന് ഒരു ശാസ്ത്രീയ വശമുണ്ട്, ഒരു ആധ്യാത്മിക വശമുണ്ട്, ഒരു ആയുർവേദ രീതി, ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതി ഉണ്ട് ഇല്ലേ. അപ്പൊ ഇതിലിപ്പോ നമ്മൾ കഴിഞ്ഞ തവണ ശാസ്ത്രീയ വശം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഉപവസിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓട്ടോഫാഗൈ എന്ന് വെച്ചാൽ നമ്മുടെ റിപ്പയറിംഗ് വർക്ക് നന്നായിട്ട് നടക്കുന്നു, ഡെഡ് സെൽസിനെ നീക്കുന്നു, ശരീരം നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ ജങ്ക് DNA എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്, റിസർച്ച് നടന്നിട്ടുണ്ട്. അതായത് പണ്ട് ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നു നമ്മുടെ DNA നോക്കുമ്പോൾ അതിലൊരു 80% മാത്രം വെറുതെ, അതായത് സൃഷ്ടിച്ച ആൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇത് വെറുതെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കുറെ DNA 20% മാത്രമേ ആക്റ്റീവ് ഉള്ളൂ, മറ്റേത് എന്തിനാണ് അങ്ങനെ ഒരു DNA എന്ന് വിമർശിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ റീസെന്റ് റിസർച്ച് എന്ന് പറയുന്നത് ഈ നമ്മളറിയാലോ, അതായത് പ്രവർത്തിക്കുന്ന ആളുടെ ഒപ്പം അതേ പ്രാധാന്യം തന്നെയാണ് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഈക്വൽ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു പഠനം കണ്ടെത്തിയതാണ് മുമ്പ് ജങ്ക് DNA അല്ലെങ്കിൽ വേസ്റ്റ് DNA എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനങ്ങള്. ആ DNA വളരെ സുപ്രധാനമായ റോളാണ് വഹിക്കുന്നത്. ആ ജങ്ക് DNA നമ്മൾ എപ്പോഴെങ്കിലും ഒരു സെല്ല്, നമ്മൾ കോശവിഭജനം നടന്നിട്ടാണ് നമ്മുടെ ശരീരം വളരുന്നത്, സെല്ലുകൾ വളരുന്നത്. അപ്പൊ നശിക്കുന്നത് അങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നശിക്കുന്നത്. അപ്പം ഈ കോശവിഭജന തോത് കൂടുന്തോറും നമ്മുടെ ശരീരത്തിന്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ കോശവിഭജനത്തെ തോത് നിർണ്ണയിക്കാനായിട്ട് ഈ ജങ്ക് DNA പ്രധാന റോള് വഹിക്കുന്നു. അപ്പൊ ഇതിന്റെ സ്പീഡ് കുറയുകയാണെങ്കിൽ നമ്മുടെ ഏജിങ്, നമ്മൾ വയസ്സാവുന്ന വാർദ്ധക്യത്തിലേക്കുള്ള പോക്ക് സ്പീഡ് കുറയും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ തവണ കോശം വിഭജിക്കുമ്പോഴും ഒരു കഷ്ണം ജങ്ക് DNA നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഏജിങ് വരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഉപവാസം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള സെല്ലിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ തോത് കുറയുന്നു. അപ്പോ നെറ്റ് റിസൾട്ട് എന്താണ്? നമ്മുടെ ജങ്ക് DNA നഷ്ടപ്പെടൽ കുറയുന്നു. അന്തിമമായിട്ട് നമ്മുടെ ഏജിങ് തടയപ്പെടുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രസായന ഗുണം പോലെ നമുക്ക് ആരോഗ്യത്തോടെ കുറച്ചു കാലം കൂടി ജീവിക്കാനായിട്ട് ഉപവാസം പ്രയോജനപ്പെടുത്തും. അപ്പൊ എന്തായാലും നമ്മൾ ഉപവാസം ചെയ്യേണ്ടതല്ലേ. അതുപോലെ തന്നെ പറയുന്നുണ്ട് ട്യൂമർ സപ്രസർ ജീൻ ഉണ്ട് നമ്മുടെ ശരീരത്തില്. ട്യൂമർ സപ്രസർ ജീൻ ഉണ്ട്. അപ്പൊ ഒരു ട്യൂമർ ജീനും ഒരു ട്യൂമർ സപ്രസർ ജീനും. അപ്പൊ ഇത് വരാണ്ട് ആ ജീൻ തന്നെ ഇല്ലാതിരുന്നാ പോരെ എന്ന് നമുക്ക് ചോദ്യം തോന്നും. അപ്പൊ എന്തിനാണ് ഒരു ട്യൂമർ ജീനെ സൃഷ്ടിച്ചിട്ട് പിന്നെ ഒരു ട്യൂമർ സപ്രസർ ജീനെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ഈ ട്യൂമർ ജീൻ എന്ന് പറയുമ്പോൾ വളരെ സ്പീഡില്, ഞാൻ പറയണ കേൾക്കണില്ലേ? കേൾക്കാം. അപ്പൊ ഈ ട്യൂമർ ജീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗർഭകാലത്ത് ഈ 10 മാസത്തിനുള്ളിൽ ഒരു ചെറിയ ഒരു കോശത്തിൽ നിന്ന്, അമ്മയുടെ അച്ഛന്റെയും ബീജത്തിൽ നിന്ന് നമുക്ക് 9 മാസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു 3 കിലോയോ ഉള്ള അല്ലെങ്കിൽ 4 കിലോ വരെ ഇപ്പൊ വളർച്ചയുള്ള കുട്ടികൾ അത്രയും കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ജീൻ ആക്ട് ചെയ്തേ പറ്റൂ. അപ്പൊ ആ സമയത്ത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ട്യൂമർ ജീൻ ഉള്ളത്. അതിന്റെ ആ കൊച്ചിന്റെ ജന്മം കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് ആ ട്യൂമർ സപ്രസ് ജീൻ വഴി അത് അടക്കി നിർത്തപ്പെടും. പിന്നെ ഒരിക്കലും അത് ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇപ്പൊ നമ്മള് ക്യാൻസറിനെതിരെയുള്ള ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുക, അതുപോലെ വിരുദ്ധാഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മേക്കേഴ്സ്, കളറൊക്കെ ചെല്ലുമ്പോൾ ഈ ട്യൂമർ സപ്രസർ ജീനെ
ആക്ടിവിറ്റിയെ തടഞ്ഞിട്ട് ട്യൂമർ ജീനെ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ധാരാളം പേർക്ക് ക്യാൻസർ തന്നെ എന്നുള്ളത് സ്റ്റഡി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ആക്ഷനും, അതായത് ഈ ട്യൂമർ സപ്രസർ ജീനെ, ഞാൻ പറയണത്, അതായത് നമ്മൾ ശരീരത്തിൽ ജീൻ എന്ന് പറയുമ്പം നമുക്കൊരു ഓങ്കോ ജീൻ എന്ന് പറയുന്നതാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകള്. അതിൽ പ്രോട്ടോ ഓങ്കോ ജീൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കോശങ്ങള് നമ്മൾ വളരണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ജീനുകളാണ്. അപ്പൊ അതായത് നമ്മുടെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഓടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാം. നമ്മൾ വളരെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത് ഈ പ്രോട്ടോ ഓങ്കോജീന്റെ ഒരു ഫംഗ്ഷനാണ്. അതേസമയം ഈ ട്യൂമർ സപ്രസ് ജീൻ എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്കായ പോലെയാണ്. ചിലപ്പോൾ അത് സ്റ്റക്കായി പോകും. അപ്പൊ സ്റ്റക്കായി പോണ സമയത്ത്, ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ ഇല്ലാണ്ട് ചിലപ്പോൾ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റാത്ത രീതിയിൽ വരും. ഓങ്കോജീൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ട പോലെയാണ്. കാരണം നമുക്ക് കൺട്രോൾ ഇല്ല, അത് അനിയന്ത്രിതമായിട്ട് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ ആ സ്ഥിതിയാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ ബോഡിയെ വളരെ, നമ്മൾ പറയുക, അദൃശ്യ ശക്തിയാൽ, നമ്മൾ ഏത് ജീനിനെ പേരിട്ട് വിളിച്ചാലും നമ്മുടെ കൺട്രോളിലെ അല്ല, വളരെ നിയന്ത്രിതമായിട്ട്, വളരെ നിയന്ത്രിച്ചു കൊണ്ടുപോകണ ഒരു സിസ്റ്റമാണിത്. അപ്പൊ അതിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആഹാരത്തിന്റെ, നമ്മൾ തെറ്റായ രീതികളും, നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുമ്പോഴും, നമ്മുടെ സ്ട്രെസ് വരുമ്പോഴും, അതായത് നമ്മുടെ ആരോഗ്യത്തിന് അനുകൂലമല്ല എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മൊത്തം താളം തെറ്റിക്കുകയാണ്. അപ്പൊ ഈ ഉപവാസം ചെയ്യുമ്പോൾ നമ്മൾ ആഹാരത്തിൽ കുറച്ച് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആഹാര നിയന്ത്രണം വരുത്തുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഇങ്ങനത്തെ എന്താ പറയാ ട്യൂമർ ജീൻസിന്, അതായത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ആക്ടിവേറ്റ് ആവുകയും അനാവശ്യമായിട്ടുള്ള കോശങ്ങൾ വളരാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എത്ര പ്രധാനമാണ് നമ്മൾ ചെയ്യുന്ന ഈ ഉപവാസം എന്ന് ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് റിസർച്ചിന്റെ കുറച്ച് ഭാഗങ്ങളോട് ഇതിൽ കൂടെ ചേർക്കണത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മാത്രാശി സർവകാലം സ്യാൽ എന്ന് പറഞ്ഞു. അതായത് കഴിക്കുന്ന ആഹാരം ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച്, അതായത് ഈ ആഹാരം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറ്റ്, ഇത്ര പ്രോട്ടീൻ അല്ലെങ്കിൽ ഇത്ര ഫാറ്റ് എന്നുള്ളതല്ല. നമ്മൾ ഇപ്പൊ നമ്മുടെ 2 കുട്ടികളെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഒരേ ആഹാരം 2 പേർക്ക് കൊടുത്താലും ചിലപ്പോൾ 2 രീതിയിലായിരിക്കും ദഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കുമ്പോഴും ഒരേ ആഹാരം കഴിച്ചാൽ ചിലർക്ക് കൃത്യം 3 മണിക്കൂർ മുമ്പ് വിശക്കും, ചിലർക്ക് ആ ദിവസം മുഴുവൻ വിശക്കില്ല. അതായത് അവരവരുടെ അഗ്നിയുടെ ബലമാണ്. അപ്പൊ ഈ ആഹാരത്തിനുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മള് അരി എന്നുള്ള ധാന്യത്തിന് തന്നെയാണ് മലരും ഉണ്ടാക്കുന്നത്, അവലും ഉണ്ടാക്കുന്നത്. പക്ഷെ അവലിനെ സംബന്ധിച്ച് വളരെ ഗുരുവാണ്, ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പ്രമേഹ രോഗികൾ അവല് കഴിക്കരുതെന്ന് പറയും. അതുപോലെ കൃമിയുള്ള ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ പണ്ട് അവല് കൊടുക്കും. നല്ല ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളാണ്, നല്ല വ്യായാമമുണ്ട്, നല്ല ദഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവല് കഴിച്ചാൽ കുട്ടിയുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. പക്ഷെ തീരെ ദഹനമില്ലാത്തൊരു കുട്ടി, എപ്പോഴും ജലദോഷമുള്ള കുട്ടിക്ക് നമ്മൾ അവല് കൊടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരികയും പനി വരികയും ചെയ്യും. അപ്പൊ ആഹാരമല്ല നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്, നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ അഗ്നിയെ നോക്കിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പൊ അതേസമയം മലര് പനിയുള്ള കുട്ടികൾക്കാണെങ്കിലും ശ്വാസം മുട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും വയറിളക്കം വന്നാലും ധാരാളം വാരി കഴിച്ചോളാൻ പറയും നമ്മൾ മലര്. കാരണം മലര് ലഘുവാണെന്ന് പറയും. എത്ര കഴിച്ചാലും മലര് ലഘുവാണ്. നമ്മൾ ആളിപ്പിടിക്കുന്ന, നമ്മള് പണ്ട് കൊതുമ്പൊക്കെ വെക്കില്ലേ, അല്ലെങ്കിൽ ഇല്ലേ ആളിപ്പിടിക്കുന്ന വൈക്കോലൊക്കെ ആളിപ്പിടിക്കുന്ന പോലെ അത്രയും ചെറിയ അഗ്നിയിൽ പോലും വളരെ എഫക്റ്റ് ആണ് മലര്. അതുകൊണ്ട് നമുക്ക് രോഗമൊക്കെ വരുന്ന സമയത്ത് മലര് കഴിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് മലര് ധാരാളം കഴിക്കാം. മലർ തവിട് തന്നെ, മലരിന്റെ തവിട് മലരോട് കൂടി കഴിക്കുന്നത് തന്നെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതെന്ന് പറയും. അത്ര നല്ല സാധനമാണ്. പക്ഷെ അവന് നേരെ വിരോധമാണ്. ശരിക്കും നോക്കുമ്പോൾ നമ്മൾ അരിന്നല്ലേ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൽപ്പനാ വിശേഷങ്ങൾക്കനുസരിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിട്ട് പോലും ഇതിന് വ്യത്യാസങ്ങളുണ്ട്. അത്തരം ഒരു കൺസെപ്റ്റും കൂടി എനിക്ക് തോന്നുന്നു വളരെ പതുക്കെ നമുക്ക്, അതുകൊണ്ട് ഞാൻ കുറേശ്ശെ പറയുന്നത്, അതും കൂടി അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ആഹാരത്തെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ശരിക്കും ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവര് പഥ്യം എന്ന് പറയുന്നത് ഇതാണ്. കാരണം നിങ്ങളുടെ ദഹനം നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്ന് പറയുന്നത് കേവലം നിഷേധങ്ങളല്ല, ശരീരത്തെ സഹായിക്കാനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പഥ്യം ഉള്ളത് കൊണ്ട് ആയുർവേദ ഡോക്ടറെ കാണാൻ പോകാത്ത ഒരു സമൂഹം തന്നെയുണ്ട്. കാരണം കുറെ നിബന്ധനകൾ പറയണു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. അത് ഇതാണ്. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം കൂട്ടിച്ചേർത്തപ്പോൾ ചിലർ പറയും ചെറുപയർ നല്ലതാണ്, ഞാൻ രാവിലെ 1 പ്ലേറ്റ് ചെറുപയർ കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു അവല് സ്വഭാവേന ഗുരുവാണ്, മലര് സ്വഭാവേന ലഘുവാണ്. മലർ എത്ര കഴിച്ചാലും അതിന് ഗുരുവാവില്ല. പക്ഷെ ചെറുപയറിന്റെ സ്വഭാവം
ചെറുപയർ ലഘുവാണ്. ഞാൻ ലഘു എന്നുള്ള വാക്കിന്റെ അർത്ഥം എളുപ്പം ദഹിക്കുന്നത് എന്നാണ്. അപ്പൊ ചെറുപയർ ലഘുവാണെന്ന് പറയും, ദഹിക്കുന്നതാണ്. പക്ഷെ അത് മാത്രാ ഗുരുവാണെന്ന് പറയും. അതായത് 2-3 സ്പൂൺ കഴിച്ചാൽ വളരെ എളുപ്പത്തിൽ ദഹിക്കും. എന്നാൽ ഒരു പ്ലേറ്റ് ചെറുപയർ കഴിച്ചാൽ അത് നമ്മൾ വലിയ വിറക് വെക്കണ പോലത്തെ അത്രയും ഗുരുവാണ്. അതേസമയം നല്ല വിശപ്പ്, പ്രമേഹ രോഗികളാണ്, എപ്പോഴെപ്പോഴും വിശക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പ്ലേറ്റ് ചെറുപയർ കഴിച്ചോട്ടെ, ആരോഗ്യത്തിന് നല്ലതാണ്, അവർക്ക് കുറച്ച് വിശപ്പ് നിയന്ത്രിക്കാനും പറ്റും. പക്ഷെ ദഹനം ഉള്ള ആളുകള് ഞാൻ വളരെ ചെറുപയർ മുളപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ നല്ല സാധനമാണ് കഴിക്കണേന്ന് വിചാരിച്ചിട്ട് അളവിൽ കൂടുതൽ കഴിക്കുന്ന ചെറുപയറും, ചിലർ പറയും ചെറുപയർ കഴിച്ചാലും ഗ്യാസ് ആണ്, അപ്പൊ ചെറുപയർ നല്ലതാണല്ലോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് എന്റെ സമയം തീർന്നോ? ഇനി ക്വസ്റ്റ്യൻ ആൻസറിന് സമയം കൊടുക്കണോ? അല്ലെങ്കിൽ ഞാൻ ആഹാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും? എന്താ വേണ്ടത്? മാം നമ്മൾ സംശയം? 1 hour ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു 15 minutes നമുക്ക് ഡിസ്കഷനും ലാസ്റ്റ് 10 minutes നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും വെക്കാം. ആ അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി 5 മിനിറ്റ് കൂടി പറയാം. ഇനിയാണ് ആയിക്കോട്ടെ. 9:10 അല്ലേ? 9:15 വരെ. അതെ അതെ അതെ. അപ്പൊ ഈ ഉപവാസത്തിന്റെ ഈ ഒരു ക്ലാസ്സിൽ ഈ ആഹാരത്തെ കുറിച്ച് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപവാസന സമയത്ത് ഈ അവനവന്റെ അഗ്നിയെ നോക്കി എന്താണ് ഇപ്പൊ നമ്മൾ പറയില്ലേ, അമ്മ തന്നെ പറയും ജപമാണോ ചിലർക്ക് വേണ്ടത്, കർമ്മമാണോ വേണ്ടേ, എല്ലാത്തിനും അവനവന് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള നിർദ്ദേശം അവനോട് മനസ്സിലായില്ലെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം ആഹാരം നിശ്ചയിക്കാം. അല്ലെങ്കിൽ സാമാന്യമായിട്ട് പണ്ട് നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാർക്ക് ഇതൊക്കെ അറിയായിരുന്നു. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പഴം, ഏത്തപ്പഴം, ചിലർ പറയും അവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് വരും, ദഹിക്കില്ല എന്ന്. ചിലർ പറയും കോൺസ്റ്റിപ്പേഷൻ വരും, വയറ്റിന്ന് പോവില്ല എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത്തപ്പഴം ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ അമ്മൂമ്മമാരെ കുഞ്ഞു കുട്ടികൾക്ക് എന്ത് ചെയ്യാന്നറിയോ? കനലിൽ ചുടും. കനലിൽ ചുട്ടിട്ട് അതിന്റെ കറുത്ത അരി കളഞ്ഞിട്ട് ഉടച്ച് ലേശം നെയ്യ് ചേർത്ത് കൊടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ദഹിക്കാൻ എളുപ്പക്കാരാണ്. അതാണ് ഈ ആഹാരത്തിന് നമ്മൾ ആഹാര വിധിവിശേഷങ്ങൾ എന്നൊക്കെ പറയും, നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. അതായത് 7 രീതിയിൽ നമുക്ക് ആഹാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ച് ആഹാരത്തിന് വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ പറയും അരി കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അരിയുടെ ആഹാരം കഴിക്കണം, എന്നാൽ എനിക്ക് ദഹനം കുറവാണ്, അപ്പൊ ഞാൻ എന്ത് ഓപ്റ്റ് ചെയ്യണം എന്നൊരു ചോദ്യം വരും. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം, അട നമുക്ക് ശർക്കരയൊക്കെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടട പോലെ ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കനലിൽ ചുട്ടെടുക്കാം. അരി തന്നെയാണ് 3 എണ്ണത്തിലും ചേർത്തെങ്കിലും ഈ കനലിൽ ചുട്ടെടുക്കുന്ന അട വളരെ പെട്ടെന്ന് ദഹിക്കും. ആവിയിൽ പുഴുങ്ങിയ അട ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ദഹനം കൂടിയുള്ള ആൾക്കാര് ആവിയിലും, ദഹനം കുറഞ്ഞ ആൾക്കാര് ചുട്ടെടുക്കാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഗോതമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി, നമ്മൾ ദോശ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മള് പിന്നെന്താ ഈ അരിപ്പൊടി കൊണ്ട് നമ്മൾ പറയില്ലേ പുട്ടുണ്ടാക്കി. അപ്പൊ ഈ ക്രമത്തില് ആവി പുഴുങ്ങണതാണ് എണ്ണയില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ദഹിക്കുന്നു പറയുവെച്ചാലും ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ ഈ പലഹാരങ്ങളിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കും, കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും എണ്ണയില്ല, അതുകൊണ്ട് കൊഴുക്കട്ട ധാരാളം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല വ്യായാമം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തില് വ്യായാമം ഇല്ല. അപ്പൊ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ദഹനം എല്ലാവർക്കും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ദഹിക്കാത്തത്. അപ്പൊ കൊഴുക്കട്ട കഴിക്കണോ ഓട്ടട കഴിക്കണോ എന്നുള്ളത് അവനവന് നിശ്ചയിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്വഭാവം കൊണ്ട് തന്നെ ആഹാരത്തിന് പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ ചെറുപയർ ലഘുവാണ് എന്നൊക്കെ പറഞ്ഞ പോലെ, അതേസമയം പാല്, അതുപോലെ ശർക്കരയും തേങ്ങ ഉണ്ടാക്കുന്ന പലഹാരങ്ങള്, പായസം, ഇതൊക്കെ ഗുരുവാണ്, അത് അതിന്റെ സ്വഭാവമാണ്. പിന്നെ സംയോഗം എന്ന് പറയും കൂടിച്ചേരുമ്പോ. ഇപ്പൊ ചിലത് നമുക്ക് നമ്മൾ പറയില്ലേ വിരുദ്ധമായിട്ട് കൂടി ചേർക്കാൻ പാടില്ല. ഇപ്പോ നേരത്തെ പറഞ്ഞ പാലും പഴവും. ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് വരുമ്പോ പാലും പഴവും കൊടുക്കണം. പക്ഷെ എന്താ അങ്ങനെ കൊടുക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. പാലും പഴവും ഉപയോഗിച്ചുള്ള ഷെയ്ക്കുകൾ ഇപ്പൊ നമ്മൾ വീട്ടിൽ ധാരാളം പഴം ഉണ്ടായി പാലും കൂടി ചേർത്തിട്ട് വളരെ ഇപ്പൊ നമ്മൾ പറയാം ജ്യൂസ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഷെയ്ക്ക് ഉപയോഗിച്ചാലോ. പക്ഷെ ഒരു വിധത്തിലും പാലും പഴവും വളരെ വിരുദ്ധമാണ്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട്, വിരുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. സാധാരണ ഒരു വിഷസ്വഭാവം ചെന്ന് കഴിഞ്ഞാൽ ഛർദ്ദിച്ചോ വയറിളകിയോ ശരീരം അതിനെ പുറന്തള്ളും. പക്ഷെ വിരുദ്ധകൾ എന്ന് പറയുന്നത് കാലക്രമത്തില് ഈ വിഷകന്യ എന്നുള്ള പോലെ ചെറിയ അളവിൽ ഇങ്ങനെ ചെന്ന് വലിയ വലിയ നമ്മുടെ അവയവങ്ങളെ, ലിവർ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ നശിപ്പിക്കുന്ന സാധനങ്ങളാണ് വിരുദ്ധം എന്ന് പറയുന്നത്. പിന്നെ സംസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞത് ചൂടാക്കി കുതിര. അപ്പൊ നമ്മൾ പറയും വീട്ടമ്മമാർക്ക് അറിയാം, പരിപ്പ് വേവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കുതിർത്ത് വെക്കും. അത് സംസ്കാരം കൊണ്ട്, അത് ഉപയോഗിക്കുന്ന രീതി കൊണ്ട് നമുക്ക്
അതുപോലെ നമ്മൾ പറയും ഈ പ്രമേഹ രോഗികൾക്കൊക്കെ ത്രിതല കഷായത്തില് ഇട്ട് വെച്ചിട്ടുള്ള യവം അല്ലെങ്കിൽ അതിൽ വെച്ച അരി അത് കഞ്ഞി വെച്ച് കുടിക്കാൻ പറയും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരം കൊണ്ട് ചെയ്യണതാണ്. അത് അവർക്ക് മരുന്നിന്റെ ഗുണം ചെയ്യുകയും ചെയ്യും, ഈ അരിയുടെ ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല. അതുപോലെ കഴിക്കുന്ന മാത്ര ഞാൻ പറഞ്ഞില്ലേ, ചെറിയ അളവ് അവനവന്റെ മാത്ര അവനവന് ദഹിക്കുന്ന ആ കഴിക്കുന്ന ഭക്ഷണം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൃത്യമായിട്ട് ദഹിച്ച് ദഹനശോധനകൾ കൃത്യമായിട്ട് വരുന്നതിനാണ് അവനവന്റെ മാത്ര. അപ്പൊ ഗുരുദ്രവ്യങ്ങള് അരവയറ്, ഇപ്പൊ അവലാണ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവയറേ കഴിക്കാവുള്ളൂ. മലരാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വയറു നിറയെ കഴിക്കാം എന്ന് പറയാം. ഇനി ദേശം നമ്മൾ പറയും, നമ്മൾ തമിഴ്നാട്ടിലാണ് ജനിച്ചെങ്കിൽ ചില ആൾക്കാർ അവർ ധാരാളം തൈര് കൂട്ടും. ആ തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആളുകൾ കേരളത്തിലേക്ക് താമസം മാറ്റുകയും അവർ തുടർച്ചയായിട്ട് പിന്നെയും തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് പ്രമേഹ രോഗമോ അല്ലെങ്കിൽ വാതരക്തം, വെരിക്കോസ് പോലുള്ള അസുഖമോ പെട്ടെന്ന് വരും. കാരണം ഇത് അനുപദേശമാണ്, അതായത് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, തൈര് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങളിലെ പല മാംസങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദേശവിരുദ്ധമായിട്ട് വരും. പിന്നെ കാലം, മഴക്കാലത്ത് നമുക്ക് രസം കൂട്ടാം, വേനൽക്കാലത്ത് നമുക്ക് പായസം കഴിക്കാം. തിരിച്ച് ഈ വർഷക്കാലത്ത് നമ്മൾ പോയിട്ട് പായസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയോ പനിയോ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉപയോഗ വ്യവസ്ഥ, അതായത് തൈര് ചൂടാക്കാൻ പാടില്ല, തേൻ ചൂടാക്കാൻ പാടില്ല. അതുപോലെ നെയ്യ് ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കണം. അറിയാലോ, നെയ്യ് കഴിച്ച് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീരെ ദഹിക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഉപയോഗ വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെ 7 കാര്യങ്ങൾ പറയണ്ടോ ആഹാരം ഉപയോഗിക്കുമ്പോൾ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉപയോഗിക്കുമ്പോൾ എത്രയധികം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിഷയം കുറച്ച് കാട് കയറി പോയോ എന്നറിയില്ല, എങ്കിലും എല്ലാവരും ഉപവാസത്തിന്റെ പ്രയോജനം മനസ്സിലാക്കി ക്രമത്തിലെങ്കിലും ഏകാദശി ഉപവാസം എടുക്കാൻ തുടങ്ങണം എന്ന് പറയുന്നു. അതിന് ഇങ്ങനെ ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ സ്വാമിജി ഉദ്ദേശിച്ച കാര്യം നടക്കും എന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ആശയങ്ങൾ മുഴുവൻ കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ അവസരം തന്നതിന് സ്വാമിജിയോടും ഇവിടെ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാക്കുകൾ അമ്മയുടെ ഭാഗത്തിൽ സമർപ്പിക്കും. ഓം ഉപദേശിയ നമഃ. ഡോക്ടർ നമസ്കാര. നമ്മുടെ പ്രായത്തിനനുസരിച്ചും ആരോഗ്യസ്ഥിതി അനുസരിച്ചും വ്രതാനുഷ്ഠാനങ്ങളിൽ എങ്ങനെയൊക്കെ ആഹാര ക്രമീകരണം നടത്താമെന്ന് വളരെ വിശുദ്ധമായിട്ടും ലളിതമായിട്ടും നമുക്ക് പറഞ്ഞു തന്നു. വളരെ എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിലുള്ള ഏതെല്ലാം രീതിയിൽ പാചകം ചെയ്യാമെന്ന് ഡോക്ടർ നമുക്ക് വിശദമായി ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം, അഭിപ്രായം പറയാം. അതിനുവേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാം. ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞില്ലേ 7 പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നാൽ കൊള്ളായിരുന്നു. കേൾക്കാമോ ഡോക്ടർ? അതായത് 7 പോയിന്റ്സ് പറഞ്ഞല്ലോ ഞാൻ ആഹാരത്തിന്റെ കാര്യത്തില്. നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, നമ്മളിത് ഇതുവരെ നടന്നു. അപ്പൊ ഇനിയെങ്കിലും നമ്മളിത് മനസ്സിലാക്കി അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സന്തോഷം. ഡീറ്റെയിൽ ഇത്ര കാര്യം ഉണ്ടോ എന്നിപ്പോഴാണ് മനസ്സിലായത്. അവരും പലരും ഒക്കെ ഭയങ്കര വളരെ സന്തോഷം ഇത്രയും നന്നായിട്ട് അവതരിപ്പിച്ചതില്. അപ്പൊ അതൊന്ന് നോട്ടിട്ട് തന്നാലേ വരുന്ന തലമുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ സാധിക്കും, അവരും ശ്രദ്ധിക്കും. എസ്പെഷ്യലി പറഞ്ഞില്ലേ തൈരിന്റെ കാര്യമൊക്കെ നമുക്കിതൊന്നും അറിയില്ല, ശരിക്കും ഒന്നുമേ അറിയില്ല. നമസ്കാര. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർ മാത്രം മൈക്ക് ഓൺ ചെയ്യുക, ബാക്കിയുള്ളവർ ദയവേത് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഒരാൾ ചോദിക്കുന്ന സമയത്ത് ദയവേത് ബാക്കിയുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്താൽ ആ ചോദ്യം ക്ലിയർ ആവും, ഡോക്ടർക്ക് അതിനുള്ള ഉത്തരം തരാനും എളുപ്പമായിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം ചോദിച്ചോളൂ. തൈറോയിഡ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡയറ്റ് ശ്രദ്ധിക്കാനുണ്ടോ ഏകാദശി എടുക്കുമ്പോൾ?
ഈശ്വര. ഡോക്ടർ ചോദ്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു. തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് കേട്ടില്ല കേട്ടോ, ഞാനൊരു കോള് വന്ന് കട്ടായി പോയി. ഒന്നുകൂടി പറയാമോ? തൈറോയിഡ് വന്നിട്ടുള്ളവര് ഏകാദശി വ്രതം എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു ചോദ്യം. തൈറോയിഡ് രോഗം വന്നവര് ഈ പറഞ്ഞ പോലെ അവർക്ക് നമ്മൾ തൈറോയിഡ് രോഗം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെറ്റബോളിക് ഡിസീസ് ആണ്. അതായത് നമ്മൾ അഗ്നിമാന്ദ്യം എന്ന് പറയാം. അതായത് നമ്മുടെ ഈ മെറ്റബോളിക് എന്താ പറയാ മെറ്റബോളിസത്തിനെ ഡിസോർഡർ ആക്കുന്ന ഒരു രോഗമാണ് തൈറോയിഡ് രോഗം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഏകാദശി വ്രതം എടുക്കുന്നതിന് ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് നമ്മുടെ രോഗം എന്ന് പറഞ്ഞത് ഇപ്പൊ പ്രമേഹ രോഗികള്, ഇപ്പൊ അവര് പ്രമേഹത്തിന്റെ മരുന്ന് കഴിക്കുകയും ഈ പറഞ്ഞ പോലെ കർശനമായിട്ടുള്ള ഉപവാസം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ഷുഗർ ലെവൽ താന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ രോഗത്തിന്റെ കാര്യം പ്രത്യേകം പറയാന്ന് പറഞ്ഞത്. ഈ തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപവാസം എടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ല വ്യായാമവും ഈ പറഞ്ഞ ഇടയ്ക്കുള്ള ഉപവാസം ഉണ്ടെങ്കിൽ തൈറോയ്ഡ് രോഗം ഉള്ള കുടുംബത്തിലെ ആളുകൾക്ക് പോലും തൈറോയ്ഡ് വരാതിരിക്കും. മോര് കൂട്ടി ആഹാരം കഴിക്കുക, നല്ല വ്യായാമം ചെയ്യുക, കൃത്യമായിട്ട് ഉറക്കത്തിൽ ശ്രദ്ധിക്കുക, പകലുറങ്ങാണ്ടിരിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഉപവാസങ്ങളും അവർക്ക് വളരെ പ്രയോജനം ചെയ്യും. അവർക്കതിൽ ഏറ്റവും നല്ല ക്രമത്തിലാണെങ്കിലും ഈ കുറച്ചും കൂടി കർശനമായിട്ടുള്ള ഉപവാസം നല്ലതായിരിക്കും. അതുകൊണ്ട് തൈറോയ്ഡ് പെട്ടെന്ന് ഫ്ലക്ച്വേഷൻ ഒന്നും വരില്ല, നല്ലതാണ്. നമുക്ക് 75 മൈക്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ആഹാരത്തിൽ നിയന്ത്രണവും നല്ല ക്രമമായിട്ടുള്ള വ്യായാമം ഉണ്ടെങ്കിൽ ക്രമത്തിൽ അവരുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും. പെട്ടെന്ന് ഈ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പല രീതിയിലുള്ള തൈറോയ്ഡ് ഡിസീസ് ഉണ്ട്. അതിൽ തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും ഗ്രന്ഥി മുഴുവൻ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ നശിച്ചുപോയ ആളുകളുണ്ട്. അവരുടെ കാര്യമല്ല. അതല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഉപവാസം വളരെ പ്രയോജനം ചെയ്യും. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാന ഒരാളാണ് ഇപ്പോഴത്തെ തൈറോയ്ഡ് രോഗം. എല്ലാവർക്കും തൈറോയ്ഡ് രോഗമാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനില്ല. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. നമസ്കാരം ഡോക്ടർ, നമ്മൾ ഉപവാസം എടുക്കുമ്പോ യോഗ ചെയ്യാമോ എന്നൊരു സംശയം. അല്ല, അത് നമ്മള് അവനവന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഉപവാസം എടുത്തിട്ട് ശാരീരികാധ്വാനം നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോ ഉപവാസം എടുക്കുന്നതുകൊണ്ട് യോഗ ചെയ്യാൻ വിരോധമില്ല. അവനവന് ശരീരത്തിന് പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഏത് രീതിയിലുള്ള ഉപവാസമാണ് എടുക്കുന്നത് നോക്കുക. യോഗ ചെയ്യുന്ന സമയത്ത് ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അത് അവനോട് ശക്തിക്ക് തക്കവണ്ണം എന്നുള്ളതേ ഉള്ളൂ. നിഷേധിക്കേണ്ട കാര്യമില്ല. കാരണം പൂർണ്ണ ഉപവാസം എടുത്തിട്ട് ഡെയിലി എല്ലാ റുട്ടീൻ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളും ധാരാളം ഉണ്ട്. അങ്ങനെ അവനവന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. ഡോക്ടർ, നമ്മള് ഈ ഏകാദശി വ്രതങ്ങളൊക്കെ ഒരു നേരം അല്ല, ഏകാദശി വ്രതത്തിന് പ്രത്യേകിച്ച് അരിയാഹാരം കഴിക്കില്ല. പക്ഷെ നമ്മൾ അതിന് പകരം ഗോതമ്പ്, ഇങ്ങനെ കപ്പ അതൊക്കെ കഴിക്കൂലോ. അപ്പൊ ഈ തൈറോയിഡിന് ഈ ഗോതമ്പും കപ്പ അല്ല മരച്ചീനി അതൊക്കെ വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് കഴിക്കാൻ പറ്റുമോ? നമുക്ക് അത് ഒഴിവാക്കേണ്ട ആവശ്യം അല്ലേ? അല്ല, നമ്മളിപ്പോ ഈ ഉപവാസത്തിന് കഴിക്കാൻ പറഞ്ഞ ആഹാരത്തിൽ നമ്മളിവിടെ എവിടെയും കപ്പ പറഞ്ഞില്ല. അത് പറയാത്ത കാരണം എന്ന് വെച്ചാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പണ്ട് ഈ എന്താ പറയാ വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ സാധാരണക്കാൾ കൂടുതൽ ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ ഫലാഹാരം എന്നുള്ളത് ഫലഹാരമായി മാറിയ പോലെ, അതായത് ശരിക്കും മിതത്വമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥത്തില് നമ്മളിപ്പോ ഈ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സാധനത്തില് എനിക്ക് തോന്നുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഉദ്ദേശം ഇതായതുകൊണ്ട്, അതായത് നമ്മുടെ ഉദ്ദേശം ഈ പറഞ്ഞ പോലെ അഗ്നിയെ സഹായിക്കുക എന്നുള്ള ഒരു എന്താ പറയാ ആരോഗ്യപരമായ ഒരു ഇടപെടലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആഹാരത്തിലൊന്നും ഞാൻ കപ്പ പറഞ്ഞില്ല. അതിന്റെ കാരണം ഇതാണ്. കാരണം കപ്പ ഈ തൈറോയിഡിനെതിരെയുള്ള സാധനമാണ്. മാത്രമല്ല ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ഇടുക്കി ജില്ലയിലൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് കപ്പ കഴിക്കരുത് അല്ലെങ്കിൽ പഴങ്കഞ്ഞി കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കപ്പ കഴിച്ചേന്ന്. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കാറുള്ളത്
അവരെല്ലാം കപ്പ കഴിച്ചിട്ട് രാവിലെ തുമ്പയെടുത്തിട്ട് മല വെട്ടി പിടിക്കുകയായിരുന്നു. മല വെട്ടി ഇറക്കുക, അല്ലെങ്കിൽ സ്ലോട്ടർ വെട്ടുക, അത്യധ്വാനമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഇതൊന്നും പ്രശ്നമല്ല. കാരണം കല്ലുപോലും ദഹിക്കുന്നതാണ് അത്രയും അഗ്നിയിൽ. അപ്പൊ ആളിക്കത്തറ തീയിൽ നമ്മൾ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് ഒഴിച്ചാൽ പോലും ചിലപ്പോൾ കെടില്ല അല്ലെ? തീ കെടുത്താൻ ബുദ്ധിമുട്ടാണ് കണ്ടിട്ടില്ലേ? അതേ ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലെ ഒരു തുള്ളി അഗ്നി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു വെള്ളം കുടഞ്ഞാൽ പോലും കെട്ടുപോകും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കപ്പ, ചേമ്പ് ഭൂമിക്കടിയിൽ വളരുന്ന ഏകദേശം ഇല്ലേ, പണ്ടുള്ള ആൾക്കാര് ഭൂമിക്കടിയിലുള്ള ആൾക്കാർ ഇതും കൂടി കഴിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഏകാദശിയുടെ സമയത്ത്. അതുപോലെ ആചാരങ്ങളുള്ള ഓരോ വിഭാഗത്തിന്റെ ഇടയിലാണ്, എങ്കിൽ പോലും അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള സമ്പ്രദായമാണ്. ഉള്ളി ഉൾപ്പെടെ കഴിക്കില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല പല വിഭാഗങ്ങളുടെ വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കപ്പ, ചേമ്പ് ഈ സാധനങ്ങളൊക്കെ അതേസമയം നമ്മള് തിരുവാതിര നോയമ്പെടുക്കുമ്പോ ഈ എട്ടങ്ങാടി പുഴുങ്ങുക എന്ന് പറയില്ലേ, അതിനും പണ്ട് ഇത്രയധികം കപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദേശങ്ങളിൽ നിന്ന് വന്ന സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ട സാധനം കാച്ചിലും കൂർക്കയും വന്നാണോ സംശയമുണ്ട് അല്ലെ? ചൈനീസ് പൊട്ടാറ്റോ എന്നല്ലേ പറയണേ. ഈ നമ്മള് മുതിര ചേർക്കും, ഇപ്പൊ അതൊന്നും ചേർക്കില്ല. അതുപോലെ ചേന ചുട്ട് ചേർക്കും അല്ലെ? ചേമ്പൊക്കെ ചുട്ട് ചേർക്കും. ഈ ചുടണേന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവാതിര പുഴുക്കിൽ ചുട്ടിട്ടാണ് ചേർക്കുക. പക്ഷെ ഇപ്പൊ നമ്മുടെ സൗകര്യത്തിന് വേവിച്ചിട്ട്, അപ്പൊ അപ്പോഴും വ്യത്യാസം വന്നു. തിരുവാതിര പുഴുക്ക് കഴിച്ചിട്ട് ഗ്യാസ് വരുന്ന ഒരുപാട് പേര് മരുന്ന് കഴിക്കാൻ വരാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദഹിക്കണില്ല. അപ്പൊ എനിക്ക് തോന്നണേ ഈ പറഞ്ഞിട്ടുള്ള കപ്പ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് പറയാത്തത് കൊണ്ടാണ് ഇപ്പൊ അത് എടുത്തു പറയാഞ്ഞത് കേട്ടോ. എനിക്ക് എന്താ ചോദ്യം മനസ്സിലായില്ല തൈറോയ്ഡ് രോഗം ചോദിച്ചപ്പോഴേ. അപ്പൊ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഓപ്ഷൻസ് ഇല്ലേ നമുക്ക്? സംശയമായ ഉത്തരം വ്യക്തമായോ? നമസ്തേ, വ്യക്തമായി. അല്ല, ഞാൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നാണ്, കപ്പ എന്ന് ഉദ്ദേശിച്ച കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നാണ്. അപ്പൊ നമുക്ക് തൈറോയ്ഡ് രോഗികൾക്ക് അരിയാഹാരം അല്ലാതെ എന്തെങ്കിലും കഴിക്കുമ്പോ അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ്. അല്ല, ഗോതമ്പ് ഞാൻ പറഞ്ഞേ, ഗോതമ്പിന്റെ യഥാർത്ഥത്തില് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഗോതമ്പ് വളരെ നല്ല സാധനമാണ്. പക്ഷെ ഇപ്പൊ ഗ്ലൂട്ടൻ അലർജി എന്ന് പറഞ്ഞിട്ട് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മൾ ഇനി കൃഷി ചെയ്തല്ലോ നോക്കണം. ഈ കിട്ടുന്ന ഗോതമ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം അത്രയും പ്രോസസ്സിംഗ് ആണ്, അതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആളുകളുണ്ട്. ഗ്ലൂട്ടൻ അലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ കുറെ ആളുകളുണ്ട്, അവർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ കാലുവേദന എടുക്കുന്നു, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ പാൽ അലർജിയുള്ള ഒരുപാട് പേരുണ്ട്. ഈ അലർജി എന്ന് പറയുന്നത് ശരീരം അത് വിപരീതമായിട്ട് പ്രതികരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ശരീരത്തെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല. ഒന്നുകിൽ നമ്മൾ ശക്തമായിട്ടുള്ള വ്യായാമം ചെയ്ത്, പല അലർജിയുള്ള ആളുകളിൽ പോലും വ്യായാമം സ്ട്രോങ് ആയി കഴിയുമ്പോൾ പല അലർജിയും ഒഴിവാകുന്നതായിട്ടൊക്കെ പഠനം നടന്നിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ ശരീരത്തിനെ അതിനെതിരെ ശക്തമായിട്ടുള്ള ആയുധമായിട്ട് നിർത്തുക. അതല്ലെങ്കിൽ അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാലോ, എനിക്ക് പാല് കഴിച്ചാൽ തൊണ്ട ചൊറിയും, അല്ലെങ്കിൽ പാല് കഴിച്ചാൽ ജലദോഷം പിടിക്കും. തിരിച്ചറിഞ്ഞിട്ട് അതും ഒരു ബോധപൂർവമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ചില ആളുകൾ പറയും, ചില വയസ്സായ കാരണവന്മാരാണ് ശ്രദ്ധിക്കുക, ഇന്ന സാധനം കഴിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തൊടില്ല. അപ്പൊ ഒന്നിനെ നമ്മൾ ബോധപൂർവമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. അതല്ല നമുക്ക് അതും കൂടി കഴിക്കാൻ പറ്റുന്ന തരത്തിലാക്കണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആഹാരത്തിൽ കുറച്ച് ചിട്ടകള്, കുറച്ച് ശീലങ്ങള്, ആഹാരം കഴിക്കേണ്ട രീതി, അല്ലെങ്കിൽ കുറച്ച് വ്യായാമം. അങ്ങനെ ഞാൻ നേരത്തെ 4 ആഹാരം, ഉറക്കം, വ്യായാമം, നിയന്ത്രിതമായിട്ടുള്ള എന്താ പറയാ ബ്രഹ്മചര്യോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കുടുംബജീവിതം. ഇത് 4 വളരെ ബാലൻസ്ഡ് ആയിട്ട് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അതായത് നമ്മുടെ സിർക്കാഡിയൻ റിതം, അതിനെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തണ്ടാവും. നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നിനും ഞാൻ ഈ റിസർച്ച് പേപ്പറായിട്ട് അവതരിപ്പിക്കേണ്ടി വരും. അതായത് അങ്ങനെയുണ്ട്, കൃത്യമായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്, റിസർച്ച് പേപ്പർ ഉണ്ട്. ഉറക്കം ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങിക്കൂടെ എന്നൊരു ചോദ്യമാണ് അതില്. അപ്പൊ നമുക്ക് ചിട്ടയായിട്ട് നമ്മള് പണ്ട് കാരണവന്മാര് പറഞ്ഞ പോലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങുകയായിരുന്നു, നേരത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പൊ വെളിച്ചം എല്ലാവരും ആയി കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ പക്ഷെ ബുദ്ധി ഉപയോഗിച്ച് നമ്മള് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് പോവാനായിട്ട് നമുക്ക് പറ്റണം. ഹലോ മാഡം, ഹലോ. നമസ്കാരം. ഞാൻ ഇതൊന്നും അർത്ഥമുറിച്ച് പറയുന്നതല്ല.
ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ഒരു നമ്മളിപ്പോ നടക്കാൻ പറയുമ്പോഴും ധാരാളം ഹൃദ്രോഗങ്ങൾ, ഇപ്പൊ നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് പോലെ, അതായത് ചില രോഗം വന്നാല് നമ്മളത് അനുഭവിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ സ്വത്തും പോയി, നമ്മുടെ ജീവിതവും പോയി, സ്വസ്ഥതയും പോയി, അങ്ങനെ ഗൗരവമായിട്ടുള്ള രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കണേ. അത് ഇപ്പൊ നമ്മൾ ചുറ്റും കണ്ണോടിച്ചറിയാം. എത്ര വീടുകളിൽ ക്യാൻസർ വന്നോ റിക്കവർ ചെയ്തോ പാലിയേറ്റീവുകൾക്ക് പോകുമ്പോൾ അറിയാം. അതായത് ഒരു 5 വീടുകളിൽ 2 വീട്ടിലെങ്കിലും ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവും. അത്രയും കോമൺ ആയിട്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങളാണ്. അപ്പൊ ഇതിന് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കുറെ കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ കാലാവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറച്ച് ബാഹ്യമായ ഘടകങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാവുന്ന, നമ്മളിലേക്ക് നോക്കി ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും നിയന്ത്രിക്കാനായിട്ട് ഇത്തരം വ്രതങ്ങളും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയതയും മനസ്സിലാക്കി നമുക്ക് പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പീരീഡ് സമയം വ്രതം പിടിക്കാമോ? എന്താ പീരീഡ് സമയത്ത് അങ്ങനെയാണോ ചോദിച്ചത്? അല്ല, പീരീഡ് സമയത്ത് ഈ പീരീഡ് സമയത്ത് നമ്മൾ പറയേ, നമ്മുടെ ആർത്തവകാല ചര്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട്. അതായത് ഒരു പീരീഡ് വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും അധികം പറയണത് സ്തോകം എന്ന് വെച്ചാൽ അതിന് അർത്ഥമാണ് അല്പമായിട്ടുള്ള ആഹാരം. അത് പറയണത് എന്താ? സ്തോകം, കോഷ്ഠശോധന കർഷണം എന്നാണ്. അതായത് ആ സമയത്ത് യൂട്രസില്, ഇപ്പം ഗർഭപാത്രത്തില് കുട്ടി ഉണ്ടാവുന്നുള്ള സങ്കല്പത്തില് ഇപ്പൊ ധാരാളം രക്തവും എല്ലാം സഞ്ചയിച്ച സാധനം ബഹിർഗമിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ സമയത്ത് അതിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് ശരീരത്തിന് അല്പം വിശ്രമം കൊടുത്തിട്ട് ശരീരത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചൂടുള്ളതായിട്ടുള്ള അളവിൽ കുറഞ്ഞ യവം പോലെയുള്ള, യവം എന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ യവം അല്ലെങ്കിൽ ഏതെങ്കിലും മില്ലറ്റുകൾ, തീന, ചാമ പോലെയുള്ള ഏതെങ്കിലും മില്ലറ്റുകളാണ്, ചെറുധാന്യങ്ങൾ ഉപയോഗിക്കാനാണ് വിധി. എന്നാ വെച്ചാൽ അവർക്ക് പോഷണം കുറവാണ്, അതേസമയം കുറച്ചല്പം ചൂടാണ്, ശരീരത്തിനെ ഇത്തിരി ഇളവാക്കാൻ പറയും. അപ്പം കൃത്യമായിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് രക്തം പുറന്തള്ളി കൃത്യമായിട്ട് ഗർഭപാത്രം ശുദ്ധമാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും കർശനമായിട്ടുള്ള വ്രതം എടുക്കണ്ട. ഈ ആഹാരത്തിന് മിതത്വം പാലിക്കുന്നത് വളരെ നല്ലതാണ് വ്രതസമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജപിക്കാനൊന്നും അമ്മയും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ശാരീരികമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഈ കുറച്ച് നമ്മള് ജപിക്കുകയും ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ആഹാരത്തിന് നിഷ്കർഷ വരുത്തുക ഒക്കെ വരുത്തുന്നത് പിന്നെ ഭയങ്കര ബ്ലീഡിംഗ് ആണ്. ശരീരം തളർന്നു പോകുന്ന ബ്ലീഡിംഗ് ആളെ സംബന്ധിച്ച് അവർ ശരീരം തളർന്നിരിക്കുമ്പോൾ അപ്പൊ അവർക്ക് ഈ വ്രതത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതല്ലാതെ സ്വാഭാവികമായിട്ട് രീതിയിൽ നടക്കുന്ന ഒരു ആർത്തവമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള വ്രതം നിഷേധിക്കേണ്ട കാര്യമില്ല. ശരി. നമ്മുടെ സമയമായി തോന്നുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ ആവാം, അത് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. നമ്മൾ ഏത് വ്രതങ്ങൾ എടുക്കുമ്പോഴും അതിന്റെ തലേദിവസം ഒരു നേരം ഒരു നോക്കണം എന്നൊരു ഇല്ലേ ഡോക്ടർ? ഒരു നേരം ഒരിക്കൽ വ്രതങ്ങൾക്കും മുമ്പ് അത് ചെയ്യും, അങ്ങനെയല്ലേ നല്ലതാ? അതെ, അത് നമ്മളൊന്ന് പറഞ്ഞു. അതായത് പെട്ടെന്നൊരു ദിവസം നമ്മൾ തലേ ദിവസം വരെ 3 നേരം 4 നേരം കഴിച്ച് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒരു നേരമോ അല്ലെങ്കിൽ വെള്ളം മാത്രമൊക്കെ ആക്കുമ്പം ശരീരത്തിന് അങ്ങനെയുണ്ട്, ഒരു ക്രമത്തിലേ ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മുടെ തന്നെ ഋതുസന്ധി, ഇപ്പൊ നമ്മള് വർഷകാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേനലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പറയും 7 ദിവസം കൊണ്ടാണ് ക്രമത്തില് വർഷത്തില് കഴിക്കേണ്ട ആഹാരത്തിനൊരു നിയമമുണ്ട്. പിന്നെ അടുത്ത ഒരു ഋതുവിൽ കഴിക്കേണ്ട ആഹാര നിയമമുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് ഈ 30 തീയതി കഴിഞ്ഞ് ഒറ്റ ചാട്ടം ചാടാതെ 7 ദിവസം മുമ്പ് തന്നെ ഈ ഋതുവിലെ ആഹാരം കുറച്ച് മറ്റേ ഋതുവിലെ ആഹാരം കൂട്ടി അങ്ങനെ വളരെ താളാത്മകമായിട്ട് ശരീരത്തെ ഒരു വിധത്തിലും ഒരു പ്രശ്നമാവാത്ത രീതിയിലാണ് എല്ലാ വിധികളും പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതും നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു. അതായത് നമ്മൾ പൂർണ്ണമായിട്ട് ജലം മാത്രം വെച്ച് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 2-3 ദിവസം മുമ്പ് തന്നെ ചെയ്യണം നല്ലതാണ്. 3 നേരം ആക്കി, 2 നേരം ആക്കി, 1 നേരം ആക്കി ക്രമത്തിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു അഡാപ്റ്റിവിറ്റി കൂടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പണ്ട് പറഞ്ഞേക്കണത്. ദശമിക്ക് ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് ദശമിക്ക് 1 നേരം ആക്കുന്ന പറയുന്നത് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ്. പെട്ടെന്ന് ഒരു എന്താ പറയാ, എല്ലാ സാധനവും അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ചെയ്യണത് എല്ലാവർക്കും നമുക്കൊരു
അസ്വസ്ഥത കൂടൂലേ? അതിന്റെ ഭാഗമായിട്ടായിരിക്കും അത് ചെയ്യണം തന്നെയാണ് നമ്മളിവിടെ പറയണത്. മാഡം, എനിക്ക് തോന്നുന്നു നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നന്ദിയിലേക്ക് കടക്കാം. ഇത്രയും സംസാരിക്കായിരുന്നു. ജയന്തിമാൻ 2 വാക്ക് സംസാരിക്കായിരുന്നു. ആരോ എന്തോ പറഞ്ഞല്ലോ, അപ്പൊ നമസ്കാരം ചോദിച്ചു. ആരും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഇത് വൈൻഡ് ചെയ്യാം അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും മാഡം. സ്വാമിജി ഉണ്ട്. സ്വാമിജി നമസ്കാരം. സ്വാമിജി നമസ്കാര സ്വാമിജിയുടെ 2 വാക്ക്. നമസ്കാരം ഒന്നും പറയുന്നില്ല. എല്ലാ സമയത്രയായില്ലേ, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇതൊരു വലിയ ഡ്രൈവ്, നല്ല ഒരു ഉപകാരമായി. നമ്മൾക്കെല്ലാം മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് വലിയ പ്രയോജനമുള്ള ഒരു സെഷനാണ്. എന്തായാലും എല്ലാ അമ്മമാർക്കും. ശ്രീകല ശാന്തി മന്ത്രം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാം നമുക്ക് നിർദ്ദേശിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളെ മുൻപോട്ട് നയിക്കുന്ന സ്വാമിജിയുടെ പാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അതുപോലെ ജയന്തിമാം, ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ജയന്തിമാം, മാമിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു, ആദരവോടെ. അതുപോലെ ഇത്രയും വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചും ആഹാരക്രമങ്ങളെ പറ്റി ഇത്ര വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് മിനി ഡോക്ടർക്ക് സ്നേഹത്തോടെ ആദരവോടെ നന്ദി പറയുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അഭിലാഷ് ജി, സുധാകരൻ സാറ്, ഷാജി സാറ്, സ്റ്റേറ്റ് മാതൃസംസ്കൃതി ബാലസംസ്കൃതി സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ നന്ദി പറയുന്നു. നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ശാന്തി മന്ത്രം ജപിക്കാം. ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ മൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമസ്കാരം അഭിലാഷ്. മഹാകാളി ജഗദോധാരിണി, മഹാകാളി ജഗദോധാരിണി, മഹാകാളി ജഗദോധാരിണി. ഹേ പ്രളയം കരി, ഹേ അഭയം കരി. പ്രളയം കരി, ഹേ അഭയം കരി. ജഗദോധാരിണി, ജഗദോധാരിണി. ഹേ പ്രളയം കരി, ഹേ അഭയം കരി. ജാഗോ പ്രളയ